ഹായ് ഹലോ ആൻഡ് വെൽക്കം പാട്ടിൻ്റെ കൂട്ടുകാരിലേക്ക്. പാട്ടിൻ്റെ കൂട്ടുകാരിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ബോളിവുഡിലും അതുപോലെ തന്നെ മോളിവുഡിലും ഒക്കെ ഒരേപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു താരത്തെയാണ്. ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു അതിഥിയെ പരിചയപ്പെടുത്തുന്നത്. കാരണം നമ്മുടെ എപ്പിസോഡുകളിലൊക്കെ പലപ്പോഴും നമുക്ക് മെലഡി സിംഗേഴ്സിനെയാണ് കൂടുതൽ കിട്ടാറ്. ഇച്ചിരി ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ പാടുന്ന നല്ല ഈ ഒരു എപ്പിസോഡ് എനർജറ്റിക് ആക്കാൻ പറ്റുന്ന ഒരു അതിഥി തന്നെയാണ് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. നമുക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം അനിത ഷേഖിനെ. ഹായ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഏകദേശം 14ഓളം ഭാഷകളിൽ പാടിയിരിക്കുന്നു അല്ലേ? ബോളിവുഡിലും അതുപോലെ തന്നെ മോളിവുഡിലും ഒക്കെ നിറസാന്നിധ്യമായിട്ട് ഇപ്പോഴും തുടർന്ന് പോകുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്തെങ്കിലും ഒരു പാട്ടിൽ നിന്ന് തുടങ്ങാം. എല്ലായ്പ്പോഴും ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് ആദ്യം പാടിയ പാട്ടാണ് സാധാരണ എല്ലാ ഇൻ്റർവ്യൂസിലും പാടുന്നത്. ശ്രീ വിദ്യാസാഗർ സാർ സംഗീതം ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ വരികൾക്കാണ് ആദ്യം പാടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ അഭിനയിച്ച രഞ്ജിത്ത് സാറിൻ്റെ സിനിമ. PN വേണുഗോപാൽ സാറാണ് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ചെയ്തത്. അപ്പോൾ ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാര്യം എല്ലാ ഗായകർക്കും ഒരു ബ്രേക്ക് ഉണ്ടാവും. ഫസ്റ്റ് മൂവി ഉണ്ട്, ബ്രേക്ക് സോങ് ഉണ്ട്. അപ്പോൾ എനിക്കിത് രണ്ടും ഒന്നായിരുന്നു. എൻ്റെ ഡെബ്യൂ സോങ് ആണ് അത്, ഒരു ബ്രേക്ക് സോങ് എന്ന് പറയുന്നത്. അത് ഏകദേശം ആ ഒരു 4 വർഷക്കാലം എല്ലാ സ്റ്റേജുകളിലും ഫീമെയിൽ സിംഗേഴ്സ് പാടുന്ന ഫസ്റ്റ് സോങ് അതായിരുന്നു. പിന്നെ എല്ലാ FM സ്റ്റേഷൻസിലും ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു പാട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അത് ആ സമയത്ത് ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു ആ സോങ്. സ്റ്റിൽ അത് പാടുമ്പോഴും എല്ലാവരും ഡാൻസൊക്കെ ചെയ്യും. ഇപ്പോഴും എല്ലാ കോൺസേർട്സിൽ പോകുമ്പോഴും ആൾക്കാർ ചോദിക്കുന്ന പാട്ടും അത് തന്നെയാണ്. അപ്പം അത് തന്നെ പാടാം. ഞാനിൻ ജനലരികിൽ നിൽപ്പോ നിന്റെ മുഖമഴക് നോക്കിയോരോ പരിഭവമായി പാടും പാട്ടിനു ശ്രുതി മീട്ടാൻ. ഞാനിൻ ജനലരികിൽ നിൽപ്പോ നിന്റെ മുഖമഴക് നോക്കിയോരോ പരിഭവമായി പാടും പാട്ടിനു ശ്രുതി മീട്ടാൻ. രാവിൽ കോടിമാരോ കൂടെ ഒന്നു പോരോ എനിക്ക് മാത്രം കാണാൻ വാ മാമ. ഓ മാമ 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 ചന്ദമാമ, ഓ മാമ 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 ചന്ദമാമ, ഓ മാമ 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 ചന്ദമാമ, ഓ മാമ 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 ചന്ദമാമ. ഒരു നോട്ടം കണ്ടേയുള്ളൂ, ഒരു ഗാനം കേട്ടേയുള്ളൂ, കൊതിയാൽ ഞാൻ കൊഞ്ചിപ്പോയൻ ചന്ദമാമ. മുകിൽമേയും മാനത്തെ മായക്കൂടി മുളവാതിൽ ചാരാതെ ചന്ദമാമ. നൈസ്. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ പാടുന്ന ഒരാളാണ്. ഇപ്പോൾ ബോളിവുഡിലും ഷോസൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഗീത പഠന രീതി എങ്ങനെയായിരുന്നു? ഇപ്പോൾ ക്ലാസിക്കൽ, ഇപ്പോൾ കർണാടക സംഗീതം, ഗസൽസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷനൊക്കെ വന്നത്? ഏത് സ്റ്റൈലിലായിരുന്നു പാട്ടുകൾ അഭ്യസിച്ചിരുന്നത്? ഞാൻ കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും ഒരേപോലെ അഭ്യസിച്ചിട്ടുണ്ട്. ശരി. മ്യൂസിക് എടുത്തിട്ടാണ് ഡിഗ്രി വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ എൻ്റെ ഗുരുകുൽ സിസ്റ്റത്തിലാണ് ബാക്കി ഹിന്ദുസ്ഥാനിയും അതൊക്കെ ഫോളോ ചെയ്തത്. പിന്നെ എനിക്ക് ഒരുപാട് ലാംഗ്വേജസിൽ ഒരുപാട് സിനിമകളിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇതുപോലെ പെപ്പി നമ്പേഴ്സ്, ഫസ്റ്റ് സോങ് ഇങ്ങനെ ഒരു പെപ്പി നമ്പർ ആയതുകൊണ്ട് തന്നെ പിന്നെ വന്നതൊക്കെ അതുപോലെ ഫാസ്റ്റ് നമ്പേഴ്സായിരുന്നു. അപ്പം നമ്മൾ സ്റ്റേജിൽ പാടുന്നത് സിനിമയിൽ പാടിയ പാട്ട് തന്നെ സെയിം നമ്മൾ അതേപോലെ അതേ ടൈമിൽ നമ്മൾ പാടുകയാണ്, കരോക്കെ അല്ലെങ്കിൽ ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച്. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് ഈ ഒരു എന്താ പറയുക, ആസ് എൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു സ്പേസ് ഉണ്ടാവില്ല. ഒരു സന്തോഷം കിട്ടുന്ന ഒരു പെർഫോമൻസ് കൊടുക്കാൻ മിക്കവാറും പറ്റാറില്ല. മിക്കവാറും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺസേർട്ട്സ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു മ്യൂസിക് ജോണർ എടുത്തിട്ട് അതിൽ തന്നെ കുറച്ചുകൂടെയും ആസ് എൻ ആർട്ടിസ്റ്റ് അനിത ഷേഖ് എന്നൊരു സിംഗറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് ഞാൻ എൻ്റെ ഒരു തീരുമാനം. ലൈക്ക് എനിക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ സൂഫി മ്യൂസിക്കിൽ തന്നെ. പിന്നെ ഫാമിലിയിൽ ആ ഒരു സൂഫി ട്രഡീഷൻ ഉണ്ട്. അപ്പം നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്. അപ്പം കേരളത്തിൽ ജനിച്ച് വളർന്നതായതുകൊണ്ട് മലയാളം വ്യക്തമായിട്ട് അറിയാം, പക്ഷേ വീട്ടിൽ ഉറുദുവാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് സൂഫി ഗാനങ്ങളോടും അല്ലെങ്കിൽ ഗസൽ സിംഗേഴ്സ്, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഉറുദു റൈറ്ററാണ്, പോയിറ്ററാണ്. അപ്പോൾ ഉറുദു ലാംഗ്വേജ് അറിയാവുന്നതുകൊണ്ട് ഗസൽസും കുട്ടിക്കാലം മുതൽക്ക് നമുക്കതറിയാം.
അപ്പോൾ ഞാൻ ആ ഒരു നോർത്ത് ഇന്ത്യ പോകുമ്പോഴും മറ്റ് ലാംഗ്വേജസിൽ പാടുമ്പോഴും എനിക്ക് അവിടെയും ഈസിയാണ്, കുറച്ചുകൂടി ലാംഗ്വേജ് അറിയാവുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ബോളിവുഡ് ഷോസ് ചെയ്യുന്നത്. ഉദിത് നാരായൺ സാറ്, പിന്നെ നമ്മുടെ ആതിഫ് അസ്ലം, കൈലാഷ് ഖേർ, ഇങ്ങനെ ഒത്തിരി നല്ല മ്യൂസീഷ്യൻസുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് സൂഫിയാണ് ഞാൻ എടുത്തത്. കാര്യം ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കുറച്ചുകൂടിയും എന്താ ഫീൽ ചെയ്ത് പാടാൻ പറ്റുന്ന സൂഫി ഗാനങ്ങളെന്ന് പറയുന്നത് സൂഫി സാഹിത്യമാണ്. അതിൻ്റെ ലിറിക്കൽ ബ്യൂട്ടി വളരെ മനോഹരമാണ്. അപ്പോൾ ഗസൽസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ലൗകിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റാണ് സംസാരിക്കുന്നത്. സൂഫിസം എന്ന് പറയുന്നത് ആത്മീയതലം, ലൈക്ക് പ്രപഞ്ച സൃഷ്ടാവിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ പെയിൻ ഓഫ് സെപ്പറേഷൻ. അതായത് നമ്മളെല്ലാവരും സോൾസ് ആണല്ലോ, ജീവാത്മാവ് ആൻഡ് പരമാത്മാവ്. അപ്പോൾ ആ ബന്ധവും അതിൻ്റെ പ്രണയവും മധുരഭക്തി എന്നൊരു കോൺസെപ്റ്റിലാണ് ലിറിക്സൊക്കെ എഴുതപ്പെടുന്നത്. അപ്പോൾ കലാമുകൾ എഴുതപ്പെടുന്നത് ആ ഒരു കോൺസെപ്റ്റിലായതുകൊണ്ട് തന്നെ പ്രണയഗാനങ്ങൾ പോലെ തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ആത്മീയ തലം ടച്ച് ചെയ്യുന്ന സാഹിത്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഹിന്ദുസ്ഥാനി രാഗങ്ങളിൽ പല രീതിയിൽ അത് പാടുന്ന രീതികളുണ്ട്. അതിൽ വരുന്നതാണ് ഈ ഖവാലീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഡെപ്തിൽ എനിക്കത് പഠിക്കാനും ഒക്കെ പറ്റി. കൂടുതലും നോർത്ത് ഇന്ത്യയിലാണ് കോൺസെർട്ട്സ് ചെയ്യുന്നത്. നാട്ടിലിവിടെ സൂര്യ ഫെസ്റ്റിവൽ, സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, അങ്ങനെയുള്ള കുറേ നല്ല സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ട്. സൂര്യ കൃഷ്ണമൂർത്തി സാറാണ് എനിക്ക് കേരളത്തിൽ ഫസ്റ്റ് ഒരു കോൺസെർട്ട് ചെയ്യാൻ 2013 ഒരു അവസരം തരുന്നത്. അപ്പം അന്നോട്ട് സൂഫി കോൺസെർട്ട്സ് ചെയ്തു വരുന്ന ഒരാളാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ സൂഫി പ്രോഗ്രാംസ് ചെയ്ത് തുടങ്ങി, ലൈക്ക് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കോൺസെർട്ട്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ സൂഫി എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ശരിയാ. അപ്പോൾ നമുക്ക് വേണ്ടി സൂഫിയിലെ ഒരു ഓക്കെ ഒരു പോർഷൻ. रावा तक 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 गईया मैं कलियां रह अख गईया मैं एक एक पल गिन गिन के गुजारदा, एक एक पल गिन गिन के गुजारदा, आजा परदेसिया आजा परदेसिया, वास्ता प्यार दा तेरे बाजू हो दिल दिया महरम वे, तेरे बाजू हो दिल दिया महरम वे, साडा जीउणा केड़े चजदाई मेरी नूह विच, मेरी नस नस विच, मेरी नूह विच, मेरी नस नस विच, तेरी याद दा तुम्बा वजदाई आ, अखियां उड़ीक दिया दिल वज मारदा, अखियां उड़ीक दिया दिल वज मारदा, आजा परदेसिया वास्ता है प्यार दा, आजा तेनू अखियां उड़ीक दिया ढोलना, तेनू अखियां उड़ीक दिया. നോർത്ത് ഇന്ത്യൻ സംഗീതത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടി എടുത്ത് നിൽക്കുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ പഞ്ചാബി സ്റ്റൈൽ ഓഫ് സിംഗിങ് അല്ലേ? അത് കൂടുതൽ പഠിച്ച് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സൂഫി എന്ന് പറയുന്നത് പഞ്ചാബി ലാംഗ്വേജിലാണ് എഴുതപ്പെടുന്നത്. ലൈക്ക് പഞ്ചാബി എന്ന് പറയുമ്പോൾ സിന്ധി, സരൈക്കി, ഇതെല്ലാം അതിൽ വരുന്നതാണ്. സിന്ധി ലാംഗ്വേജാണ് കൂടുതൽ. ബാബ ബുല്ലേ ഷാ ഹുസൈൻ, അങ്ങനെ ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള സൂഫി കലാമുകളുണ്ട്. ഗുലാം ഫരീദാണ് ആക്ച്വലി ഒരു സൂഫി മ്യൂസിക് ശരിക്കും, അല്ലെങ്കിൽ സൂഫി കലാമുകൾ ഇത്രയും ഡെപ്ത്ഫുള്ളായിട്ട് എഴുതി ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുപോലെ ബാബ ബുല്ലേ ഷാ. അപ്പോൾ എല്ലാ കോൺസെർട്ട്സിൻ്റെ ഇടയിലും നമ്മൾ ഇവരുടെ കലാമുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാടാറുണ്ട്, നമ്മൾ ചേർക്കും. കാര്യം ആ ലിറിക്സ് അവർ പറയുന്ന ആ ഒരു ഡെപ്ത്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയൊക്കെ കോൺസെർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ആൾക്കാരോട് പറഞ്ഞിട്ടാണ്
അത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് സിംഗേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ബോളിവുഡിലാണെങ്കിലും ഇവിടെ മോളിവുഡിലാണെങ്കിലും തന്നെ അവരുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഒരു കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരു മലയാളി ഒരു ബോളിവുഡിലേക്ക് പോയപ്പോൾ എങ്ങനെയായിരുന്നു ഒരു അക്സെപ്റ്റൻസും കാര്യങ്ങളും ഒക്കെ? ഞാൻ പറഞ്ഞില്ലേ, ഭാഷ എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. അപ്പം പ്രശ്നമല്ല, ഹിന്ദി ആയാലും ഇപ്പോൾ പഞ്ചാബി ഇപ്പം സംസാരിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവും, എഴുതാനും വായിക്കാനും പഠിച്ചു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിപ്പോൾ ഇവിടെ കേരളത്തിൽ ജനിച്ചത് കൊണ്ട് പഞ്ചാബി എന്ന ലാംഗ്വേജ് നമുക്ക് എഴുതാനോ വായിക്കാനോ അറിയാത്തതുകൊണ്ടും ഈ കലാമുകളൊക്കെ ആദ്യം വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പണ്ട്, ലൈക്ക് ഇയേഴ്സ് ബിഫോർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കൂടുതൽ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ആ ലാംഗ്വേജ് മനസ്സിലാവണം, എന്നാലേ അറിഞ്ഞു പാടാൻ പറ്റും. മറ്റത് എന്ത് പാട്ട് കേട്ടാലും നമുക്ക് പഠിക്കാൻ പറ്റും ഒരു സിംഗർ എന്ന നിലയിൽ, അങ്ങനെയല്ല. അപ്പോൾ അത് കൂടുതൽ അറിയാനും ഒക്കെ ആയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഞ്ചാബിൽ സെലക്ട് ചെയ്തത്. ലൈക്ക് എൻ്റെ ഗുരു ഇവിടെ നിന്നായിരിക്കണം. എപ്പോഴും മുർഷദ് മുരീദ് എന്നൊരു കോൺസെപ്റ്റാണ്, ഗുരു ശിഷ്യബന്ധം. അതുതന്നെയാണ് സൂഫിസത്തിലുള്ളത്. അപ്പോൾ നമ്മുടെ ആത്മീയ ഗുരുവിനെ നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. വി ഹാവ് ടു ട്രാവൽ എ ലോട്ട്, അല്ലെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഹിം. അപ്പോൾ എന്നാലേ ആ പ്രോപ്പർ ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആത്മീയ ഗുരുവാണ് നമ്മളെ ശരിക്കും മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ ഒരു കോട്ടുണ്ട് കബീർദാസിന്, ഗുരു ഗോവിന്ദ് ദോനോ ഖടേ കാക്കെ ലാഗു പായേ ബൽഹാരി ഗുരു അപ്പണോ ഗോവിന്ദ്യോ ബത്തായ്. ഗുരുവും സാക്ഷാൽ ദൈവവും പരബ്രഹ്മവും മുന്നിൽ നിൽപ്പുണ്ട്. ഞാൻ ആദ്യം ആരെയായിരിക്കും നമസ്കരിക്കേണ്ടത്? അപ്പം ഞാൻ എൻ്റെ ഗുരുവിനെ നമസ്കരിക്കും. കാര്യം എൻ്റെ ഗുരുവാണ് പരബ്രഹ്മത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. സോ എനിക്ക് നോളജ് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് എൻ്റെ ദൈവം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഗുരു, അതുവഴി ഞാൻ അങ്ങോട്ട് പോകും എന്നുള്ളതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഈ ദർഗകൾ നമ്മൾ കാണും. ദർഗകൾ എന്ന് പറഞ്ഞാൽ ആത്മീയ വര്യന്മാരെ ദഫൻ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ദർഗകളിൽ അവിടെ ഫോളോ ചെയ്യുന്ന ശിഷ്യന്മാർ കൂട്ടം കൂടിയിരുന്ന് ആ ആത്മീയവര്യൻ എന്താണ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ, ഇതൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരാൾ പാടും. അതാണ് കോൾ എന്ന് പറയുന്നത്, ആ ഒരു വരി. ബാക്കിയുള്ളവർ കൂടെ ഏറ്റുപാടും. അങ്ങനെയാണ് ഇത് കവ്വാലി ആയത്. കോൾ കവ്വാൽ, പാടുന്ന ആൾ കവ്വാൽ. അപ്പോൾ കോൾ പാടുന്ന കവ്വാലിൻ്റെ കൂടെ ഏറ്റുപാടി മറ്റേ ഇൻസ്ട്രുമെൻറ്റ്സ്, ഹാർമോണിയം, തബ്ല, ബുൾബുൾ, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പാടുന്നതിനാണ് കവ്വാലി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സോളാണ് പെർഫോമർ, അപ്പം ഞാൻ കാഫി സിംഗറാണ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം കവാലീസിൻ്റെ സ്റ്റൈലിൽ പെർഫോം ചെയ്യാറുണ്ട്. ഗ്രൂപ്പ് സിംഗിങ് ആണ് കവാലി. അപ്പോൾ ആ ഡിഫറൻസ് പലർക്കും അറിയില്ല. ഓക്കെ, ഇനി നമ്മളിപ്പം മലയാളത്തിലും അതുപോലെ തന്നെ അന്യഭാഷയിലും 14 ഭാഷയിൽ പാടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാടിയിട്ടുള്ള മറ്റേതെങ്കിലും ലാംഗ്വേജിൽ പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് പാടാലോ? കന്നഡയിൽ പാടിയത് പാടാം. നോടാ ബേടാവനന്നെ കണ്ണേ കണ്ണേ ನನ್ನ കണ്ണേ കണ്ണേ ಕೇಳಬೇಡ ಮುತ್ತನ್ನೇ ಕೆನ್ನೆ ಕೆನ್ನೆ ನನ್ನ ಕೆನ್ನೆ ಕೆನ್ನೆ ತುಂಬ 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 ಕಳ್ಳ ಆಟ ಮೆಲ್ಲ ಮೆಲ್ಲ ಬಂದ ಮೆಲ್ಲ ನನ್ನ ತಾ ಅಮ್ಮಮ್ಮೋ. മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ചന്ദമാമ ആ ഒരു പാട്ടിന് ശേഷം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ലെജൻസ് അല്ലെങ്കിൽ മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും അഭിനയിച്ചൊരു സിനിമയാണ് 2020 എന്ന് പറയുന്നത്. അതിലൊരു പാട്ട് പാടാനുള്ളൊരു ഭാഗ്യം കിട്ടി. 2020 ഒരു ഗ്രൂപ്പ് സോങ് ആണ്. ശരി, അത് ബേണി ഇഗ്നേഷ്യസ് സാർ അവർ ചെയ്തൊരു പാട്ടാണ് പാടിയത്. എനിക്ക് കുറച്ചുകൂടിയും ഇഷ്ടം ബോഡി ഗാർഡിൽ ഔസേപ്പച്ചൻ സാർ മ്യൂസിക് ചെയ്തിട്ട് അതിലൊരു പാട്ടുണ്ട്. കൈതപ്രം സാറാണ് വരികൾ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പോയറ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. കോഴി ചിങ്കാര പൂങ്കോഴി കൊക്കരക്കോ കൂവാതെ പഞ്ചാരെ പൊന്ന് പഞ്ചാരെ കട്ടുറുമ്പാണോ കാവൽ കണ്ണു വെട്ടിച്ചു പോകാൻ മേല കണ്ണ് തട്ടാതെ മാറാൻ വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോട്ടക്കാര്.
ഈ സോങ് നൈസ് സോങ്. ഇത് നമ്മുടെ സിദ്ദിഖ് സാറിൻ്റെ സിനിമയാണ്. സിദ്ദിഖ് സാർ നമ്മളെ വിട്ടു പോയി, സാറിനെയും ഓർക്കുന്നു സമയത്ത്. അതെ. ഇപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പം മലയാളത്തിലാണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സും പെപ്പി നമ്പേഴ്സും ഒക്കെ പാടിയിട്ടുള്ള ഒരാളാണ്. ഏതെങ്കിലും ഒരു ഗായകനെയോ അല്ലെങ്കിൽ ഗായികയോ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ പാടുന്ന സമയത്ത്? സിംഗേഴ്സ് എന്ന നിലയിൽ നമുക്ക് കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് സിംഗേഴ്സ് ഉണ്ടാവും. ഓരോ പ്രായത്തിൽ ഓരോ ആൾക്കാരായിരിക്കും ഇൻസ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്നെ ഇൻസ്പയർ ചെയ്ത എൻ്റെ ഗുരു എൻ്റെ അമ്മയാണ്. മമ്മി മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ കുട്ടിക്കാലം മമ്മി അടുത്ത് ലൈക്ക് കൂടെ പാട്ട് കേട്ട് തന്നെ നമുക്ക് വളരാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എസൻസ് കിട്ടുമല്ലോ. ശരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ചുകൂടി മ്യൂസിക്കിനെ സീരിയസ് ആയിട്ട് കണ്ടത്. പിന്നെ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറിൻ്റെ അടുത്തും MG രാധാകൃഷ്ണൻ സാറിൻ്റെ അടുത്തും കുമാരകേരളവർമ്മ സാറിൻ്റെ അടുത്തുമൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ കുറേ ഗുരുക്കന്മാരുണ്ട്. എല്ലാവരെയും ചില സമയത്ത് പറയുമ്പോൾ വിട്ടുപോകാറുണ്ട്. ഒരുപാട് അതല്ലാതെ പേഴ്സണലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. വിജയകുമാർ സാറുണ്ട്. അങ്ങനെ ചിലപ്പോൾ ചില ആൾക്കാരെ വിട്ടു പോകുമ്പോഴത്തേക്കുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എല്ലായിടത്തും പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനെ ടച്ച് ചെയ്തിട്ടുള്ളത് കൈലാഷ് ഖാൻ്റെ വോയിസാണ്. അപ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. പിന്നെ അതുപോലെ ആതിഫ് അസ്ലം, ഇവർ രണ്ടുപേരുടെയും കൂടെ എനിക്ക് വർക്ക് ചെയ്യാനും പറ്റി കുറച്ച് ലൈക്ക് വലുതായപ്പോൾ. അപ്പോൾ അത് എൻ്റെ ഒരു ലൈഫിലെ ലൈക്ക് നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളവരെ കാണാനും അവരുമായിട്ട് വർക്ക് ചെയ്യാനും പറ്റുകയെന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. പിന്നെ ആശാ ഭോസ്ലേജി, അതും ഒരു ലൈഫിലൊരു മൈൽ സ്റ്റോണാണ്. ഞാൻ ഒരുപാട് ഏത് പാട്ടെടുത്താലും ഭയങ്കര വെർസറ്റൈലായിട്ട് പാടുന്ന ഒരു സിംഗറാണ് ആശാജി. അപ്പോൾ ആശാജിയുടെ ആ ഒരു റിലേഷൻ ഞാൻ ഫോട്ടോ കാണിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അതും വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ലൈക്ക് അടുത്തിരുന്ന് ഇങ്ങനെ തൊട്ടടുത്തിരുന്ന് പാട്ട് കേട്ട് നമുക്ക് പല കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നീ ഇങ്ങനെ പാട് എന്നൊക്കെ അതും ഗൈഡൻസും ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ആശാജിയുടെ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടാം. आओ ना गले लगा लो ना, लगे बुझा दो ना, हो जाना जा तुमने जो अगन लगाई है, जो छू के देखो ना कहाँ कहाँ, देखो सीने में कैसी धड़कन बजी है, ओ जानना देखो सीने में कैसी धड़कन बजी है, ओ सजना ഇതിഹാസങ്ങളാൽ എഴുതപ്പെട്ട ഒരു 7 ട്രാക്കുകൾ ചേർന്നിട്ടാണ് തോന്നുന്നു ഈ സത്രംഗി എന്ന് പറയുന്ന ഒരു ആൽബം വരുന്നത്. എന്താണ് ഈ സത്രംഗി എന്ന് പറയുന്നത്? സിംഗർ എന്ന നിലയിൽ തന്നെ ഞാൻ മ്യൂസിക് കമ്പോസറായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ചെറിയ ട്യൂൺസൊക്കെ വരുമായിരുന്നു. അതിനനുസരിച്ചിട്ട് കൊച്ചു കൊച്ചു കവിതകൾ എഴുതുമായിരുന്നു. പിന്നെ യൂത്ത് ഫെസ്റ്റിവൽസ് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. കാര്യം എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സ്വയം വിലയിരുത്താൻ പറ്റിയ ഒരുപാട് അവസരങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽസ് നമുക്ക് തരും. അപ്പോൾ ഒരു കഥാരചനാ മത്സരം ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, നിനക്കെന്തറിയാം എന്ന് അപ്പം തോന്നും. അല്ലെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല എന്ത് എഴുതും എന്നോ. അപ്പം മമ്മി പറയുന്നത് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അപ്പോൾ മനസ്സിലാവും നിനക്ക് എന്തറിയാമെന്നുള്ളത്. അപ്പം അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചതും എൻ്റെ ട്രെയിനിങ്ങും അങ്ങനെയായിരുന്നു. പിന്നെ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ജയവും തോൽവിയൊക്കെ വരും. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നീ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും അല്ലെങ്കിൽ കഴിഞ്ഞ എക്സ്പീരിയൻസിൽ നിന്നും എത്രത്തോളം നീ ഇമ്പ്രൂവ് ചെയ്തു എന്നൊരു സെൽഫ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ കോമ്പറ്റീഷൻസിലും പങ്കെടുത്തോളൂ എന്നാണ് എന്നെ പഠിപ്പിച്ചത്. ഇവിടെ എനിക്ക് എന്താണ് കുഴപ്പം പറ്റിയത് അല്ലെങ്കിൽ ഞാൻ എന്ത് പറ്റി. അപ്പോൾ ഓരോ സ്റ്റേജിലും ചിലപ്പോൾ നമുക്ക് ക്രൗഡിനൊക്കെ കാണുമ്പോൾ ഭയങ്കര നെർവസ് ആവുമല്ലോ, വല്ലാത്തൊരു ടെൻഷൻസ് വരും. അപ്പോൾ ആ ടെൻഷൻ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, അതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാവും. ടെക്നിക്കലി നമ്മൾ എങ്ങനെയാണ് ഒരു പ്രശ്നത്തിനെ ഹോൾഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഓരോ സ്റ്റേജുകളും സ്കൂൾ മുതൽ എനിക്ക് തോന്നുന്നു ഞാൻ LKG മുതൽ തന്നെ UKG മുതൽ തന്നെ വരയ്ക്കാനും മിമിക്രിയിൽ 4ാം ക്ലാസ്സിൽ LP സ്കൂളിൽ ലൈക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ട് സബ് ജില്ലാ തലത്തിൽ. എന്ന് വെച്ചാൽ അതാണ് മാക്സിമം. മിമിക്രി, മോണോ ആക്ട്, ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, മാപ്പിളപ്പാട്ട്, പിന്നെ സാഹിത്യരചന, കഥാരചന, കവിതാരചന,
പിന്നെ ഡാൻസ്, അങ്ങനെ എല്ലാത്തിലും എന്തിലൊക്കെ ചേരാൻ പറ്റുമോ എല്ലാത്തിലും. യൂണിവേഴ്സിറ്റി വിന്നറാണ് മിമിക്രിയിൽ, നാഷണൽ ലെവൽസിൽ പോയിട്ടുണ്ട്, സൗത്ത് സോൺ നാഷണൽ ലെവൽസിൽ. പിന്നെ NCCയിലുണ്ടായിരുന്നു, ഡൽഹിയിൽ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പ്രസിഡൻറ്റിൻ്റെ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട് ഫോർ മ്യൂസിക്, അപ്പോൾ പെർഫോമൻസിനൊക്കെ. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജുകളും നമുക്ക് തരുന്നത് ഓരോ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ എക്സ്പീരിയൻസ് ആണ്. അത് അടുത്ത ഒരു സ്ഥലത്തെത്തുമ്പോൾ ഈ പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതാണ് എൻ്റെ ആദ്യത്തെ പാട്ട് പാടുമ്പോഴും അതിന് തൊട്ട് മുന്നേ ആൽബംസ്, ലൈക്ക് ആൽബംസ് അല്ല, ഫിലിം സോങ്സിൽ, ലൈക്ക് ഇത് FM ചാനൽസിൻ്റെ ജിംഗിൾസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പാടാൻ പറ്റിയിട്ടുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ജിംഗിൾസൊക്കെ. അപ്പോൾ അതാണ് സ്റ്റുഡിയോ എക്സ്പീരിയൻസ്. അപ്പോൾ സ്റ്റുഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പാടേണ്ടത്, അല്ലെങ്കിൽ സ്റ്റേജിൽ എങ്ങനെയാണ് പാടുന്നത്, ഇത് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സ്റ്റുഡിയോയിലെ മൈക്ക് പ്ലേസ്മെൻറ്റും സ്റ്റേജിൻ്റെ മൈക്ക് പ്ലേസ്മെൻറ്റും ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ നമുക്ക് പഠിച്ചു വരുന്നതല്ലേ, നമ്മൾ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഓരോ ഇപ്പോൾ ഫസ്റ്റ് പാട്ട് കിട്ടുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം ഈ ജിംഗിൾസ് പാടിയുള്ള ശീലമാണ്. അപ്പോൾ മൈക്ക് എങ്ങനെയാണ് എവിടെ നിൽക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടായി. അപ്പോൾ ഫസ്റ്റ് സോങ്ങാണ്, നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും, വിദ്യാർത്ഥിയാണ് ഫ്രണ്ടിൽ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ടെൻഷൻസും നമ്മൾ പാടുന്നത് ശരിയാവോ എന്നുള്ള ചിന്ത തലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റില്ല. അവിടെ ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെ അവിടെ ഇരിക്കാൻ പറ്റിയത് എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ്. കാര്യം അവസരം കിട്ടി, പാടിയാൽ നമ്മൾ എത്തും, ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോകും. അപ്പോൾ അവിടെ വേറെ ഒന്നും നോക്കാനില്ല, ജസ്റ്റ് ഡു യുവർ ബെസ്റ്റ്. അതാണ് കഥ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് വളർത്താൻ ഈ പറഞ്ഞ യൂത്ത് ഫെസ്റ്റിവൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സത്രംഗിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സത്രംഗി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഗസൽ, സൂഫി, ഖവാലി, പിന്നെ ഭജൻസ്, ഇതെല്ലാം ഏകദേശം ഒരേന്ന് പറയുമ്പോൾ ഗസൽ മാത്രം ഒരു ഡിഫറൻസ് ആയിട്ട് ഈ കാറ്റഗറിയിൽ ആത്മീയ തലങ്ങളെ ടച്ച് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ലൗകിക സബ്ജക്റ്റുകളാണ് സംസാരിക്കുന്നെങ്കിലും ഇതെല്ലാം കൂടെ വരുന്ന ഒരു ആൽബം ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണത്. 2015 ഞാൻ അത് റിലീസ് ചെയ്യുന്നത്. അതിൽ മിർസ ഗാലിബിൻ്റെ ഗസൽസ് എടുത്തിട്ട് ഞാൻ കമ്പോസ് ചെയ്തു. ലിറിക്സ്, അതായത് ഗസൽസ് പ്രോപ്പറായിട്ട് എടുത്തിട്ട് അത് റീകമ്പോസ് ചെയ്ത് എൻ്റെ ഓൺ മ്യൂസിക്കിൽ മീരാബായുടെ ഭജൻസ്, മിർസ ഗാലിബിൻ്റെ ഗസൽസ്, ബാബ ബുല്ലേ ഷായുടെ സൂഫി കലാം, പിന്നെ അതുപോലെ ഖവാലി, ഒരു ഖവാലി എടുത്തു. പിന്നെ ഢൽത്താ സൂരജ് ധീരെ ധീരെ ഢൽത്താ ഹെ ഢൽ ജാനെ ദോ, അതാണ് ആ ഖവാലി, മീരാബായുടെ ഭജൻസ്. അപ്പോൾ ഇത് ഈ ഒരു കാറ്റഗറി 7 പാട്ടുകൾ ചെയ്ത് അത് കലാഷിയാണ് റിലീസ് ചെയ്തത്, കലാഷ് ഖാൻ. അപ്പോൾ ആ സത്രംഗിയുടെ ആൽബം കേട്ടിട്ടാണ് ശ്രീ ലെനിൻ രാജേന്ദ്രൻ സാറ് എനിക്ക് ഒരു സിനിമ ഓഫർ ചെയ്ത്. അപ്പോൾ ആ സിനിമ മ്യൂസിക് ചെയ്തായിരുന്നു, സംഗീത സംവിധാനം ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ പാട്ട് ശ്വേതാ മോഹനെ കൊണ്ടാണ് പാടിച്ചത്. റഫീഖ് അഹമ്മദ് സാറാണ് ലിറിക്സ് എഴുതിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പാടാത്തതെന്നൊക്കെ ചോദിക്കുമായിരിക്കും. അപ്പോൾ സിംഗറല്ലേ, എന്തുകൊണ്ട് പാടിക്കൂടാ? എനിക്ക് പാടാം, പക്ഷേ ആസ് എ മ്യൂസിക് ഡയറക്ടർ എനിക്ക് ആ പാട്ടിൽ കുറച്ചുകൂടിയും സുജാ ചേച്ചിയുടെ വോയിസാണ് വേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നി. സുജാ ചേച്ചിക്ക് ആ സമയത്ത് റിക്വയർ ചെയ്യുന്ന ഒരു വോയിസ് ഉണ്ടാവും. അപ്പോൾ സുജാ ചേച്ചിയെ കൊണ്ട് പാടിക്കണമെന്നും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് ചേച്ചിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, പറ്റില്ല എന്ന് വെച്ചാൽ എന്തോ അസൗകര്യം ഉണ്ടായിരുന്നു, അങ്ങനെ മകളെ അതിലോട്ട് വിട്ടതാണ്. അപ്പോൾ അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എൻ്റെ ലൈഫിലെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റായിട്ട് എനിക്കൊരു സംഗീതം സിനിമയിൽ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലൊരു പ്രോപ്പർ ഗൈഡൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയിൽ ആരുമില്ല. ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് എന്താ പറയുക, ഓൺ വഴി ചെയ്ത് വന്ന ഒരാളാണ്. ആരുടെയും സപ്പോർട്ടോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്ന് കയറി വന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സംഗീത സംവിധാന രംഗത്താണെങ്കിലും സിനിമാ സംവിധാന രംഗത്താണെങ്കിലും സ്ത്രീകളുടെ ഒരു കടന്നുവരവ് വളരെ കുറവാണെങ്കിലും ഇപ്പോൾ കുറച്ച് ആൾക്കാരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് ഇപ്പം മ്യൂസിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സംവിധാനത്തിലേക്ക് വരണം അല്ലെങ്കിൽ സിനിമയിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരോട് എന്ത് ഒരു ഉപദേശം എന്തെങ്കിലും കൊടുക്കാൻ പറ്റും? അങ്ങനെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളായിട്ടില്ല. എക്സ്പീരിയൻസ് ഒന്നും, നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ വരേണ്ടത് വരുന്ന പോലെ വരും. അതിന് വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക, ടെൻഷൻ അടിച്ചൊന്നും അതിൻ്റെ പിറകെ പോകാൻ പറ്റില്ല. പിന്നെ അങ്ങനെ പോകുന്നവരുണ്ട്, ലൈക്ക് നമുക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം, അതിന് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരാളല്ല.
ചിലപ്പോൾ ഈ ഒരു സൂഫി സ്റ്റൈലുള്ളൊരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എൻ്റെ ഇങ്ങനെ ആക്കിയത്. ശരിയാണ്. ഈ ഒരു കോമ്പറ്റീഷൻ്റെ പുറകിൽ പോയി നമ്മൾ ടെൻഷൻ അടിച്ച് അത് കിട്ടിയില്ല എന്നുള്ളൊരു അങ്ങനെയൊന്നുമില്ല. എനിക്ക് വരേണ്ടത് വരും, ഞാൻ ചെയ്യേണ്ടത് ചെയ്യാം. ഏതൊരു സിറ്റുവേഷനിലും ഓക്കെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഫാമിലിയെ പറ്റി പറഞ്ഞില്ല, ഫാമിലി ആരൊക്കെയാണ്? ഞാൻ മാരീഡാണ്. ഹസ്ബൻഡ് ആശിഷ് അസോസിയേറ്റ് ഡയറക്ടറാണ്, കന്നഡ ഇൻഡസ്ട്രിയിലാണ്. പിന്നെ അമ്മ ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ ഗുരു. അമ്മ മ്യൂസിക് ടീച്ചറാണ്, റിട്ടയർഡായി. ഫാദർ KSRTCയിലാണ്. ആ ഫാദർ മ്യൂസിക് ലവറാണ്, അത്യാവശ്യം പാടും ഇപ്പോൾ. പിന്നെ ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ മ്യൂസിക്കാണ് പഠിച്ചതൊക്കെ, പാടും നന്നായിട്ട്. സിസ്റ്റർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, LD ക്ലർക്കാണ്. ശരി. ഇപ്പം നമ്മൾ ഇതുവരെ ഗസലൊന്നും കേട്ടില്ല. നമ്മൾ സൂഫി പാടി, മലയാളം പാടി, എല്ലാം പാടി. അപ്പം നമുക്കൊരു ഗസൽ കൂടെ കേട്ടാണ്. जाएंगे ऐसी बातें किया ना करो, आज जाने की जिद ना करो, आज जाने की जिद ना करो, यूं ही पहलू में बैठे रहो, यूं ही पहलू में बैठे रहो, हाय मर जाएंगे हम तो लुट जाएंगे, ऐसी बातें किया ना करो. ഒരുപാട് തിരക്കുള്ള ഗായികയാണ്. ഈ തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിലും ഒരുപാട് സന്തോഷം, നന്ദിയും അറിയിക്കുകയാണ്. അതോടൊപ്പം അവസരങ്ങളുടെയും അംഗീകാരങ്ങളുടെയും ഒക്കെ വാതിലുകൾ തുറക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും എത്താം. അതുവരേക്കും ഇന്ന് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.